ഓക്കെ, അപ്പോ എല്ലാവരും എത്തിയിട്ടുണ്ട്. 11 കണ്ടസ്റ്റന്റ്സ്. ഈ ക്വാർട്ടർ വരെ എത്തിയ നമ്മുടെ 11 കണ്ടസ്റ്റന്റ്സ്. സൂപ്പർ. വലിയൊരു കൈയടി എല്ലാവർക്കും. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിൽ നിങ്ങൾ ഇവിടെ എത്തി നിൽക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതുകൊണ്ട് നിങ്ങൾ യു ഷുഡ് ബി പ്രൗഡ്. ഓക്കെ, അപ്പൊ ഇനി അതൊരു സത്യമാണ് പാറു. ഒരു കോമ്പറ്റീഷൻ നമ്മൾ തുടങ്ങിയ എത്ര പേരെ വെച്ചിട്ടാണ്. അതെ, അപ്പൊ അത് ഇത്രയും പേര് വന്ന് ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ തുടക്കം തൊട്ട് നോക്കുകയാണെങ്കിൽ 6000 പേരെങ്ങാണ്ടുണ്ടായിരുന്നു. അയ്യോ എൻ്റെ അമ്മേ, അത് ഞാൻ അറിഞ്ഞു. അപ്പം മക്കളെ നിങ്ങളെയൊക്കെ കാണുന്നതിൽ കുറേ സന്തോഷം. കാര്യം നിങ്ങളൊക്കെ എന്താ പറയണ്ടത്, കഠിനാധ്വാനം ചെയ്ത കുറച്ച് പേരുണ്ട് ഇതിൽ. കുറച്ച് ഉഴപ്പിയ ആളുകളും ഉണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത് വാട്ടവർ, അത് നിങ്ങൾ കഴിവുള്ളവരാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ഒരാളും ഒരു ഇച്ചിരി ഒരു 5% കുറവ് അങ്ങനെ ഇല്ല. എല്ലാവരും ഈക്വലി ടാലൻറ്റഡ് ആണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ നിങ്ങളുടെ നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട് മക്കളെ. ചില സമയം നമുക്ക് വർക്കൗട്ട് ആവത്തില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങൾ. പിന്നെ നമ്മൾ ചില മടി പിടിച്ച് നടക്കുന്നതും നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ മാർക്സ്. അങ്ങനെയല്ല നിങ്ങൾ പാടുന്നതല്ലേ ഞങ്ങൾക്ക് മാർക്കിടാൻ പറ്റത്തുള്ളൂ മക്കളെ. അപ്പം അങ്ങനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ എല്ലാവരെയും കൂടെ കാണുന്നതിൽ കാര്യം നിങ്ങളെല്ലാം നമ്മുടെ ഈ ചങ്കിനകത്തിരിക്കുന്ന പിള്ളേരാണ്. അതിൽ ഒത്തിരി ഡൗട്ട്. ഇങ്ങനെ ഈ സൈഡ് തൊട്ട് അങ്ങനെ അറ്റം വരെ, ആ കുഞ്ഞു വാവ വരെ. അത് അങ്ങ് സന്തോഷമാണ് നിങ്ങളെ കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളെ. ഇതുപോലൊരു വേദി നിങ്ങൾക്ക് കിട്ടിയത് തന്നെ നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതണം. കാരണം നമ്മുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ നമുക്കൊരു വേദി കിട്ടുന്നു. നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് ഒരു വേദി കിട്ടുന്നു. നിങ്ങൾ പല റൗണ്ട്സിലും നിങ്ങളുടെ ടാലൻറ്റ് ഓരോന്നോരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ നാട്ടുകാരും പിന്നെ ബാക്കിയുള്ളവരും നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു ഫാൻസ്, അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സിലാണ് ഇത് പോകുന്നത്. ദിസ് ഇസ് നോട്ട് ലൈക്ക് ഇതൊരിക്കലും ഒരു സ്റ്റോപ്പല്ല, ഇതൊരു തുടക്കമാണ് അല്ലേ. ഇതിലിപ്പം ഒരു വിന്നർ വന്നാലും അയാളുടെ ഒരു തുടക്കമായിരിക്കും, അല്ലാതെ ഒരിക്കലും ഇതിൽ നിന്ന് നേരെ അങ്ങോട്ടൊരു ലൈം ലൈറ്റിലേക്ക് പോയി അങ്ങനെ അതല്ല. അപ്പോൾ ഇതൊരു തുടക്കമായിട്ട് എല്ലാവരും കാണണം, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണണം. എല്ലാവരും ഉഗ്രൻ സിംഗേഴ്സാണ്, ഞങ്ങളുടെ ഫേവറേറ്റ്സ് ആണ് നിൽക്കുന്ന 11 പേരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എലിമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ദിവസം നിങ്ങളെ കുറച്ച് പേര് എലിമിനേറ്റ് ആയി പോകുന്നു എന്നുള്ളൊരു കാര്യത്തിൽ. എന്നാലും അത് നടത്തിയേ പറ്റൂ. സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ഏറ്റവും സ്റ്റക്കാവുന്നൊരു മൊമെൻറ്റ് ഇതാണ്, എലിമിനേഷനാണ്. അതുപോലെ നമ്മൾ ഫിനാലയിലേക്ക് അടുക്കുകയാണ്. അപ്പം ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. പ്രേക്ഷകർക്കും എല്ലാവരും നിങ്ങളുടെ ഫാൻസൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പെർഫോമൻസസിന് ആൻഡ് ഫോർ ദ റിസൾട്ട്. സോ കൺസിഡർ ഇറ്റ് ആസ് ഒരു നല്ല നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജായിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ഞങ്ങൾക്കും ഒരുപാട് ഹാപ്പി നിങ്ങളോടൊപ്പം ഇത്രയും ദിവസവും ഇത്രയും എപ്പിസോഡ്സും മാറി മാറി നിങ്ങളോടത്തുള്ള. ഇപ്പം ഞങ്ങളിങ്ങനെ കമൻസൊക്കെ പറയുന്നെങ്കിലും യു ഓൾ ആർ അവർ ഫ്രണ്ട്സ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് നിങ്ങളെല്ലാവരും. വി വിൽ ഓൾവേസ് കീപ്പ് ഇൻ ടച്ച്. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, നമ്മുടെ ആ റിലേഷൻ കീപ്പ് ചെയ്യും. ഇതിവിടെ ഒരു ജഡ്ജ് ആൻഡ് ഇത് ആ സമയത്തുള്ളൊരു പരിപാടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ് അല്ലേ. പിന്നെ അത് നമ്മൾ വരുമ്പോൾ ഇവരെല്ലാം കൂടെ നമ്മുടെ ദേഹത്തല്ലേ കയറുന്നത്. ഞാനും അതെ. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇന്ന് നിവേദിനെ കാണാം, തോപ പഠിക്കാം, ഇന്ന് ബദ്രിയെ കാണാം, ഇന്ന് ശ്രീഹരിയെ കാണാം, ഇന്ന് വൈകയെ കാണാം, ഇന്ന് തീർത്ഥയെ കാണാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ഉഗ്രൻ പെർഫോമൻസ്. പാർവണയൊക്കെ എന്ത് രസമായിട്ടായിരുന്നു ഇത്തവണ, അടിപൊളിയായിട്ടാണ് പാടിയത് എല്ലാ റൗണ്ട്സും. എവ്രി വൺ നിങ്ങളെ കൊണ്ട് പറ്റുന്ന. പിന്നെ ചില കാരണങ്ങളാൽ ചിലവരുടെ പെർഫോമൻസ് വീക്കായി. ഇറ്റ്സ് ഓക്കെ, ചില ഡേയ്സ് അങ്ങനെയുണ്ട്. ഇതൊരു നിങ്ങളിത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണണം. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്ഥലവും നിങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റുമായിട്ടും കാണണം. അല്ലാതെ നമ്മളൊരിക്കലും ഇതൊരു ഭയങ്കര ഒരു എക്സാമിനേഷൻ ഹോളായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യരുത് കേട്ടോ. ഓക്കെ, സോ ചിൽ. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ടോപ്പ് 5. ടോപ്പ് 5. അപ്പം നമ്മൾ താഴെത്തൊട്ട് ഇങ്ങടെ മേപ്പോട്ട് വായിക്കാം, അതായിരിക്കും നല്ലത്. 5th പൊസിഷൻ നിവേദ്. हुस्न तेरे तौबा तौबा
തോമ പഠിപ്പിക്കാൻ ഗുരുവിനെ ഉണ്ടാവും. അതെ. ഗുരു ഗുരുജി ഇവിടെ തന്നെ എന്നെ ഉണ്ടാവും. കുറച്ചും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. തോമ എന്ന് പഠിപ്പിച്ചായിരുന്നു. ഉറപ്പായും പറയൂ. ഉറപ്പായും നമുക്ക് വീഡിയോ കോൾ വഴി നമുക്ക് ശിക്ഷണം ആവാം. ആവാം. ആ. കാര്യം മക്കൾ ഈ ശിഷ്യനെ പഠിപ്പിച്ചിട്ട് വേണം ഇവന്റെ അടുത്തുനിന്ന് വേണം ഞാൻ പഠിക്കാൻ. എനിക്ക് പണിയുണ്ടോ രണ്ടുപേരും എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ശരത്തേട്ടനടുത്ത് വേണം എനിക്ക് പഠിക്കാൻ. ഓക്കെ. മുതിർന്ന ഗുരുവാ. നിവേദാണ് 5th പൊസിഷൻ. സൂപ്പർ. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. ചെറിയ അടപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നന്നായി പെർഫോം ചെയ്തു. അടപ്പൊക്കെ അവൻ തെറിപ്പിച്ചു. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. 4th പൊസിഷൻ. എന്താ ചിരി? എന്താ ചിരി? കൊച്ചിനെ കാണുമ്പോ എനിക്ക് മറ്റേ romantic ആ ഓർമ്മ വരുന്നത്. അതല്ലേ കഴിഞ്ഞ ദിവസം എന്തൊരു ആവശ്യമില്ലാത്ത ചുമ്മാ കരച്ചിൽ. കരച്ചിലും ഏങ്ങലും. ഇപ്പൊ എന്താ ഇപ്പൊ എങ്ങനെ അടിക്കണോ മോളെ? കെട്ടിപ്പിടിച്ച് കരയാണോ? കഴിഞ്ഞ തവണ ഡേഞ്ചർ സോണിൽ വന്നതാ. ഇപ്പൊ സന്തോഷമുണ്ടോ? Good, Yeah. good, good. 4th പൊസിഷൻ. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് മോളെ, കൺഗ്രാറ്റ്സ്. Congrats. 3rd പൊസിഷൻ. പാർവണ. ഒരു വണ്ട് തിന്ന പൂവൊരുത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീ കാട്ടുവാനമ്പാടി, നീ തോറ്റു തുന്നമ്പാടി, നീ ആട്ടുകൽ. K-popന്റെ ഒരു റാപ്പറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു. അശുഭമംഗളകാരി. കൺഗ്രാറ്റ്സ് മോളെ, കുറേ സന്തോഷം കേട്ടോ, കുറേ സന്തോഷം. ഉള്ളി ശർക്കര ഏറ്റു എന്നൊക്കെ. ആ ഉള്ളി ശർക്കരയും വർക്കൗട്ടായി. അതെ. ഓ എന്തൊരു സന്തോഷം. എന്തുപറ്റി? കരയണോ? കരഞ്ഞോ? കരഞ്ഞു. ഇവിടെ കരഞ്ഞോ കരയാൻ മക്കളെ? വേണ്ടി വന്ന് ക്യൂ നിൽക്കുകയല്ലാരും. ഇതിപ്പോ എന്താ ടോപ്പ് 5-ലുള്ളവരായിരിക്കും കരയുന്നത്. ബോധവരൊക്കെ ചിരിക്കും, പൊട്ടിച്ചിരിക്കും നിങ്ങളെ നോക്കി. പറഞ്ഞോ മക്കളെ. എന്താണ് പാർവണ പറയാനുള്ളത്? കൊറേയായി ടോപ്പ് 5-ലൊക്കെ എത്തിയിട്ട്. ചോടാ. അത് നിങ്ങൾ അതിന്റെ അത് മക്കള് വർക്ക് ചെയ്താ എത്തോടാ. ഇത് നമ്മളെന്തോന്നു. ഇത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ എത്തിയില്ലേ? കൺഗ്രാറ്റ്സ് മോളെ, കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ്. സെക്കൻഡ് പൊസിഷൻ. ബദ്രി. കണ്ണിനുള്ളിൽ നീ കണ്ണാടി, കാതിനുള്ളിൽ നീ തേൻമൊഴി, ഇന്നര പൂങ്കുഴൽ താട്ടു നീ, എന്നാളും എൻ കളിത്തോഴി നീ, മുത്തി നിൽക്കും കാറ്റിനും മക്കളെ കൺഗ്രാറ്റ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ്. ഉറപ്പായും. അതെ, അതെ. വളരെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ. അതെ, അതെ, അതെ. Very good. ക്ലാസ്സും പാട്ടും. ഇല്ല പാറു, അതിന്റെ ഗുണം അവന്റെ ലൈഫിലുണ്ടാവും. ഉറപ്പായി, ഉറപ്പായി. അപ്പോ ടോപ്പ് 1. ടോപ്പ് 1. എനി ഗസ് ഗൈസ്? ഇനി എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഗസ് ഉണ്ടോ? അമ്മയാണോ? അമയെങ്കിൽ അമയാ. എന്നാ അമയാ. അമ്മയെ ആദ്യമായിട്ടല്ലേ ടോപ്പ് 1? അയ്യോ എന്ത് സന്തോഷം. അടിപൊളി. ടോപ്പ് 3 എത്തിയിട്ടുണ്ടായിരുന്നു. ടോപ്പ് 1 ആദ്യമായിട്ടല്ലേ? കൺഗ്രാറ്റ്സ് അമ്മയ. മക്കൾക്ക് സന്തോഷമായോ? നല്ല സന്തോഷമുണ്ട്. ഇപ്രാവശ്യം പ്രതീക്ഷ പോലെ പാടാൻ പറ്റി. അതാണ് ഹെൽത്ത് ഒക്കെ ഓക്കെ. അതുപോലെ വർക്ക് ചെയ്യാം മോളെ, ഇനിയും വർക്ക് ചെയ്യാം. നമ്മൾ ഇനിയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഏരിയയിലോട്ട് കടക്കുന്നത് നമ്മൾ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ പ്രീ ക്വാർട്ടറിലെ ടോപ്പ് 5 മുത്തുമണീസ് ആണ് ഇരിക്കുന്നത്. സൂപ്പർ, വണ്ടർഫുൾ, വണ്ടർഫുൾ. അപ്പൊ മക്കളെ നിങ്ങളുടെ മാർക്ക് നിവേദേ 103.5. താങ്ക് യു സർ. കേട്ടോ മക്കളുടെ അത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി പറയാ. ധ്രുവ 104.
വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഞങ്ങളിൽ point ഇങ്ങനെ five. തൂങ്ങി കിടക്കുക പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. പാർവണ 104.7. ബദ്രി ഹൈ. 5.6. എത്രയാണ്? 105. 105.6. 105.6. ഇല്ല, തെറ്റിയിട്ടില്ല. തെറ്റി. ത്രികോണ മധ്യേ. അമേയ 105.9. Super. അപ്പം ബദ്രിയും അമ്മയും വളരെ അടുത്തടുത്ത. അതായത് അടുത്തടുത്ത്. 0.3 ആണ് മാർക്സ്. രണ്ടുപേരും ഒരു ടോപ്പ് 1 ഓൾമോസ്റ്റ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ്. അമ്മയ്ക്ക് ഒരു 0.3 ഡിഫറൻസ്. അതൊരു ദൈവാധീനാന്ന് വിചാരിച്ചാൽ മതി മോളെ കേട്ടോ. അതെ, അപ്പൊ നിങ്ങൾ 5 പേരെ കാണുന്നത് ആഹാ എന്ത് സന്തോഷം. ബദ്രി കഴിഞ്ഞ തവണ ടോപ്പ് 1 ആയിരുന്നു. 5th പൊസിഷൻ ആയിരുന്നു. അതിന് മുമ്പ് top one. കേറി വന്നല്ലോ. And അമ്മയ ടോപ്പ് 1 ആദ്യമായിട്ടാണ്. സൂപ്പർ. കഴിഞ്ഞ തവണ അമ്മയ്ക്ക് ഗോൾഡൻ മൈക്ക് ഉണ്ടായിരുന്നില്ലേ? ആ, അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇത്തവണ പണിയെടുത്ത് മുന്നിൽ വന്നു. അതെ, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഗോൾഡൻ മൈക്ക് ഇല്ലായിരുന്നെങ്കിൽ ഡേഞ്ചർ സോണിലാണ്. അതെ. അമ്മയെ ആദ്യം ഒരു വന്ന സമയത്ത് ഒരു ഡിവോഷണൽ സോങ് പാടിയിരുന്നില്ലേ? വീണാ പാണിനിയാണോ? ഓ, അവിടുന്ന് എന്ത് ഇമ്പ്രൂവ് ചെയ്തു ഓ, അമ്മയ. സത്യം. ഐ കാൺ ബിലീവ്. ലൈക്ക് എന്തൊരു ഗ്രാഫായിരുന്നു അമ്മയുടെ. അതെ. സൂപ്പർ. താങ്ക് യു സർ. സൂപ്പർ നമുക്ക് വരി മറന്ന പോലെയായിരുന്നു പ്രശ്നം. അതെ. സൂപ്പർ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് മക്കളെ. ഓടിപ്പോ. കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നപ്പോ ലീസ്റ്റ് 5 എന്ന് ചോദിക്കാൻ കുറച്ച് എളുപ്പമായിരുന്നു. അതെ, പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു അങ്ങോട്ട് അത് ഈ പ്രോസസ് കടന്നു പോയാൽ പറ്റത്തുള്ളൂ പാറു. വേറെ there is no other go. ഓക്കെ. ഇപ്പം പാറു പറഞ്ഞില്ലേ ബോട്ടം 5 എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണല്ലോ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ആണല്ലോ നമ്മൾ എത്ര പേര് ഇന്ന് എത്ര പേര് ഔട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബോട്ടം 5 ഇപ്പോൾ ഒരാൾ കൂടെ ഇപ്പോൾ 6 പേരുണ്ട്. ഒരാൾ കൂടെ ഇതിനകത്ത് സേഫാണ്. അപ്പോൾ മാർക്കിൻ്റെ ബലത്തിൽ അത് വൈകിയാണ്. അതായത് നമ്മുടെ ടോപ്പ് 5 അവിടെ വന്നിരുന്നു. പിന്നെ നമ്മൾ സേഫ് സോണിലുള്ള ആളുകളെ നമ്മൾ പറയുമല്ലോ. ഇതിപ്പം സേഫ് സോണിൽ ഇത് സ്ട്രെങ്ത് ഇങ്ങനെ കുറയും തോറും ഇനിയിപ്പോൾ അടുത്തതിൽ ചിലപ്പം ടോപ്പ് 5ഉം ബോട്ടം 5ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സേഫ് സോൺ ഉണ്ടാവില്ല. അപ്പോൾ സേഫ് സോണിലുള്ള ഒരാളാണ് എനിക്കൊന്ന് അടുത്ത എലിമിനേഷനോട് കൂടി സേഫ് സോൺ ഇല്ല. കാരണം ബോട്ടം 5ഉം ടോപ്പ് 5ഉം മാത്രമേ ഉള്ളൂ. വൈഗ ആണ് 6th പൊസിഷൻ. യെസ് 6th പൊസിഷനിൽ. വൈഗയുടെ മാർക്ക് വൈഗ മോളെ മക്കളുടെ മാർക്ക് 102.3. കഴിഞ്ഞ തവണ ടോപ്പ് 1. കഴിഞ്ഞ തവണ ടോപ്പ് 1. ഇപ്പം സേഫ് സോണിൽ ടോപ്പ് 5ൽ ഇല്ല വൈഗ. അപ്പോൾ വൈഗ നമ്മൾ ഫൈനലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ പെർഫോമൻസിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യണം. അതിൻ്റെ നോബ് ഒന്ന് തിരിച്ച് കൂട്ടണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. അപ്പൊ വൈകിയും ഇന്നായിരിക്കാണ്. അതെ. അപ്പൊ 6 പേര് സേഫായി. സേഫായി. പിന്നെ ഈ 5 ആണ്. ഈ 5ൽ നമ്മൾ എന്താ പറയണ്ടേ, ഇപ്പം 1ഉം 2ഉം അങ്ങനെ നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പൊ വൈകിയും ഇന്നായിരിക്കാണ്. അതെ. അപ്പൊ 6 പേര് സേഫായി. സേഫായി. പിന്നെ ഈ 5 ആണ്. ഉം. ഈ 5ൽ നമ്മൾ എന്താ പറയണ്ടേ, ഇപ്പം 1ഉം 2ഉം അങ്ങനെ നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അഭിനവ്, സർഗ, ഈ 2 പേര് സേഫാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ഇതൊന്നും പോരാ. അപ്പം മക്കളുമാർ 2 പേരും അവിടെ പോയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ് മക്കളെ.
അപ്പൊ മക്കളെ ഈ 3 പേരുണ്ട് ഇവിടെ നമുക്ക്. ഇതിൽ ടെൻഷൻ ആവും. ഇല്ല, അതല്ല, ഇതിന് 3 കുഞ്ഞുങ്ങൾ, അതായത് നമ്മളുമായിട്ടൊക്കെ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുമല്ലോ. ഇതിൽ 2 കുഞ്ഞുങ്ങൾ ഡെഫിനറ്റായിട്ട് നമുക്ക് ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രകൾ നമ്മളോടൊപ്പം കാണത്തില്ല. അപ്പോൾ ഇപ്രാവശ്യം നോക്കിയാൽ ശ്രീഹരി, അവൻ നല്ല ടാലൻറ്റഡ് ആണ്. എന്തും കഷ്ടപ്പെട്ട്, ഇതിന് കുറച്ച് മടിയൊക്കെ ഉണ്ട് ചെക്കന്, എന്നാലും അവനിപ്പോൾ ഉള്ള നമ്മളെ കൂടുതൽ എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ഒരു ചെക്കനാണ്. കുറേ നമുക്കൊക്കെ സ്നേഹമുള്ള ഒരു പയ്യനാണ് ശ്രീഹരി. അവനിപ്പോൾ ഇപ്രാവശ്യം ഈ റൗണ്ടിൽ പറ്റിയ കുഴപ്പങ്ങൾ മോന് തന്നെ അറിയാം അല്ലേ, എന്തൊക്കെയാണ് എവിടൊക്കെയാണ് ചളുക്കം പറ്റിപ്പോയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മോൻ അറിയാമല്ലോ. അതുകൊണ്ടാണ് മോന് മാർക്ക് കുറഞ്ഞത്. അല്ല, നിൻ്റെ ടാലൻറ്റിൽ ആ സമയത്ത് നമുക്ക് അതെന്തോ പാട്ട് വരും. അതുപോലെ തീർത്ത എന്താ അസാധ്യ പാട്ടുകാരിയാണ് മോൾ. എന്തൊരു ടോണും അതുപോലെ തന്നെ എല്ലാം പ്ലസ്സേ ഉള്ളൂ മക്കൾക്ക്. അത് മക്കൾക്കും അറിയാം എന്താ കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, മക്കൾക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് തുടക്കമുള്ള അറിയാം അല്ലേ. അപ്പം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലതൊക്കെ അങ്ങനെയാണ്. അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം മക്കളെ, അതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ. നമ്മൾ ഈ ഇരിക്കുന്ന ഇപ്പം ഹരിയാണെങ്കിലും ഷാനാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ നമ്മളൊക്കെ കഷ്ടപ്പെടാതൊന്നും മുമ്പോട്ട് വന്നവരേ അല്ല. കഷ്ടപ്പാട് ദുരിതത്തിൻ്റെ ഇടയ്ക്ക് പല സ്ഥലത്തുനിന്ന് അടി കിട്ടി വന്നവരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം, നമുക്ക് എങ്ങനെങ്കിലും എനിക്കെൻ്റെ കുടുംബത്തെ രക്ഷിക്കണ്ടേ. അപ്പം ഞാൻ മുമ്പോട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഒരാൾ എന്നെ തല്ലിയെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളെല്ലാം ആ ഒരു സ്പിരിറ്റോടെ ഇരിക്കുക. നമ്മൾ ഇന്ന് കരഞ്ഞാൽ നാളെ നമ്മൾ ചിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി, വേറൊന്നും വേണ്ട. അതുപോലെ മെബിൻ മോൻ ആദ്യമായിട്ടാണോ ഡേഞ്ചർ സോണിൽ? മിടുക്കൻ. എന്തു പറ്റി? ഹെൽത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു മെയിനായിട്ട്. ഇവിടെ ഷെഡ്യൂളിൽ വരുന്നതിന് മുമ്പേ അവിടെ മൊത്തം ആശുപത്രിയിലായിരുന്നു, ജലദോഷമൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ വന്നിട്ടാ 4 പാട്ടും പഠിച്ചത്. അതാ മെബിനെ നമ്മുടെ ഈ ഡേഞ്ചർ സോണിൽ കാണുമ്പോൾ എന്തോ ഒരു വിഷമം. കാര്യം നന്നായിട്ട് വളരെ സിൻസിയറായിട്ട് പാട്ട് പഠിച്ച് പാടുന്ന ഒരു ചെക്കനാണ് മെബിൻ. എല്ലാ പാട്ടും അവൻ മിക്കവാറും പാടിയ പാട്ടുകളെല്ലാം തന്നെ അതിമനോഹരങ്ങളായിട്ട് പാടിയിട്ടുമുണ്ട്. അപ്പോൾ മോനെ ഇവിടെ കാണുന്നതിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് കേട്ടോ. മെബിനെ ഒന്ന് സെൻറ്ററിലേക്ക്. ഹരി, പിന്നെ എന്ത് തോന്നുന്നു ഡേഞ്ചർ സോണിൽ എത്തിയിട്ട്? ആദ്യമായിട്ട് പറ. വി ആർ റിയലി സോറി. മെബിൻ ടോപ്പ് 5 ഉണ്ടായിട്ടില്ലേ? 1 ആയിട്ടുണ്ടോ? നമ്പർ 1. ഹരി പറഞ്ഞു. ഹരി, ടോപ്പ് 1 ഉള്ള ആള് ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ എത്തുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. ആൻഡ് റിയലി വിഷമമുണ്ട് ഈ ഒരു കാര്യം പറയുന്നതിലും. ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ്, കാരണം ഈ ഒരു ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ മിക്കവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നമുക്കടക്കം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പം ഈ ഹെൽത്ത് ഇഷ്യൂസും വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഹെൽത്ത് ഇഷ്യൂസും വെച്ചിട്ട് നിങ്ങൾ പാടി നമ്മളത് ആ ഒരു നിങ്ങൾക്ക് വയ്യ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്കത് കൺസിഡർ ചെയ്യാനും പറ്റില്ല. കാരണം നമ്മുടെ ജോലിയുടെ ഭാഗമല്ല അത്. നിങ്ങളുടെ ആ സമയത്തെ പെർഫോമൻസ് ആണ് മാറ്റർ ചെയ്യുന്നത്. അതെ, അതാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പം അത് അടിസ്ഥാനം വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങളെല്ലാവരും ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു നമ്മൾ ജഡ്ജ് ചെയ്ത്. ഇതിൽ പാർഷ്യാലിറ്റി എന്ന് പറയുന്നൊരു സംഭവമില്ല, ഒരാൾക്ക് ഒരു എക്സ്ട്രാ ഇതെന്ന് പറയുന്നൊരു സംഭവമില്ല, ഒരാളെ കുറച്ചിട്ട് കാണുക, ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഹരിയാണെങ്കിലും ശരത്തേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ ഒരു കണ്ടസ്റ്റന്റിനോട് പോലും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാവരെയും ഈക്വലായിട്ട് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നമ്മുടെ ചങ്ക് ബഡ്ഡീസാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു എലിമിനേഷനിൽ
2 പേരാണ് പോകുന്നത്. മെബിൻ സേഫാണ്. കൺഗ്രാറ്റ്സ് മോനെ. കൺഗ്രാറ്റ്സ് മെബിൻ. പക്ഷെ മെബിനെ, ഇത് നീ ഒരു നൂൽപാലത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കുക കേട്ടോ. നമ്മളിത് എല്ലാ കണ്ടസ്റ്റൻസിനോടും നമ്മൾ പറഞ്ഞതാണ് ഈ ഹെൽത്തിൻ്റെ ഈ ഒരു കേസ്. കാരണം ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഫൈനസ്റ്റ് പെർഫോമൻസസ് ആണ് വരേണ്ടത്. നമുക്ക് കാണാൻ അതാണ് ആഗ്രഹം മക്കളെ. ഫിസിക്കലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അത് ഈച്ച് ആൻഡ് എവരി കണ്ടസ്റ്റൻറ്റിന് ബാധകമാണ്. ഇത് ഞാൻ മെബിനോട് നിൽക്കുന്നതുകൊണ്ട് മെബിനോട് മാത്രം പറയുന്ന കാര്യമല്ല. ഈച്ച് ആൻഡ് എവരി കണ്ടസ്റ്റൻറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ഹെൽത്ത്. കാരണം ഇനി അങ്ങോട്ടേക്ക് വന്നിട്ട് തൊണ്ടയടവാണ്, മൂക്കടപ്പാണ്, പിന്നെ അത് ഇതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മാർക്സിനെ ഇതാക്കാൻ പോകണില്ല. മാർക്സ് വിൽ ബി ബേസ്ഡ് ഓൺ യുവർ സിംഗിങ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ടുവേർഡ്സ് ദി ഓഡിയൻസ്, ടുവേർഡ്സ് ദ ചാനൽ, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ നിറവേറ്റിയേ പറ്റൂ. ഹരി, പിന്നെ ചെറിയ ഡെസിമൽസിന്റെ വ്യത്യാസത്തിലുള്ളൂ കേട്ടോ. അതെ, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ആക്ച്വലി പക്കത്തെത്തി. അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം കയറി എന്ന് വിചാരിക്കുക. ടാലന്റ് അല്ല, അത് ഭാഗ്യം മാത്രമാണ്. കാരണം ഈ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ്ലി ഉഴപ്പി. ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാടാ നമ്മളത് സേഫ് ആക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നമ്മൾ ആരോഗ്യവാൻ ആയിട്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയും കൂടിയാണത് അല്ലേ? അപ്പം അതൊരു ഉത്തരവാദിത്തമായിട്ട് എടുക്കുക. പെർഫോമൻസ് ഉണ്ട്, നാളെ രാവിലെ എൻ്റെ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് തൊട്ടേ ഞാൻ കുറച്ച് കെയർഫുൾ ആയിരിക്കണം പല കാര്യങ്ങളിലും. കാരണം എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എക്സ്ക്യൂസസ് ഉണ്ട്, എന്തിനും എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനാണ് എല്ലാവർക്കും പാട്. സോ ഡോണ്ട് കം അപ്പ് വിത്ത് എക്സ്ക്യൂസസ് എനിമോർ. ലൈക്ക് നിങ്ങളെല്ലാവരും ഇനി എക്സ്ക്യൂസസ് ഞങ്ങളാരും അതിൽ കാര്യമില്ല മക്കളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ക്യൂസസ് പറയും പോവും, വേണ്ടവർ നിൽക്കും. അപ്പം ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളത് ഈ ഒരു കാരണം പറഞ്ഞ് നിങ്ങളുടെ പെർഫോമൻസ് വീക്കാക്കി കഴിഞ്ഞാൽ മാർക്കിനെ തന്നെ അത് ബാധിക്കും. അപ്പം മെബിൻ, ദിസ് ഇസ് പ്യുവർ ലക്ക് കേട്ടോ. യു ആർ സേഫ്. മെബുനെ സംബന്ധിച്ച് തുടങ്ങി അന്നോട്ട് ഇന്നേ വരെ അവൻ ഡേഞ്ചർ സോണിൽ വന്നിട്ടില്ല. പ്രീ ക്വാർട്ടർ ആയപ്പോഴേക്കും നീ ഡേഞ്ചർ സോണിൽ എത്തി. പക്ഷെ ഇനി വരരുത്. കാര്യമില്ല, ഇനി ക്വാർട്ടർ ഉണ്ട്, അതെ, സെമി ഉണ്ട്. സോ അതിലൊക്കെ നന്നായി ഇവിടെ ടാലന്റ് മാത്രമല്ല, സമയത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, അതെ, എത്ര കഴിവുണ്ടെങ്കിലും നമ്മളെ സമയത്ത് നമ്മൾ പെർഫോം ചെയ്തില്ലെങ്കിൽ എത്ര കഴിവുള്ളവനാണെങ്കിലും അംഗീകരിക്കില്ല നമ്മളെ. അപ്പോൾ മെബിന്റെ ടാലന്റ് എല്ലാവർക്കും അറിയാം. പക്ഷെ മെബിൻ ഈ ഒരു കുറച്ച് റൗണ്ട്സ് ഇച്ചിരി ഉഴപ്പി. അപ്പോൾ കുറച്ചൊന്ന് അതെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരുന്നത്. സോ കീപ് അപ്പ് ദാറ്റ്. അടുത്ത ക്വാർട്ടർ തൊട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ് മോനെ. കൺഗ്രാറ്റ്സ് മെബിൻ. കൺഗ്രാറ്റ്സ് മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറയാണ്, അടുത്തതൊക്കെ ഇനി നമ്മൾ പാട്ട് നന്നായിട്ട് പാടുന്നതിനാണ്. ഇപ്പം ഇതുവരെ അങ്ങനെ തന്നെയാണ്. നിങ്ങളിവിടെ വന്ന് കരഞ്ഞാലോ അല്ലാതെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞാൽ നമ്മളത് ഒരു വിധത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഇനി ആക്ച്വലി അത് പറയാതിരിക്കുന്നതാണല്ലോ. നിങ്ങൾക്ക് വയ്യെങ്കിലും അതെ, ഇനിയിപ്പോ നിങ്ങൾക്ക് വയ്യെങ്കിലും ഒച്ചയടപ്പാണെങ്കിലും നിങ്ങൾ സ്റ്റേജിൽ വന്നിട്ട് അത് പറയാതിരിക്കുക. 2 കാര്യങ്ങൾ. പെർഫോമൻസ് മോശമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ല. ഇത് 2 മാത്രമേ ഇനി പറയാനുള്ളൂ. ഈ ഒരു കോമ്പറ്റീഷൻ, ഈ ഒരു സ്റ്റേജ്, ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ ആഗ്രഹിച്ച എത്രയോ പേര് മക്കളെ പുറത്തുണ്ട്. സൂപ്പർ സ്റ്റാർ സീനിയർ അനൗൺസ് ചെയ്തപ്പോ ഒരുപാട് പേര് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പൊ എല്ലാവരും നിങ്ങൾക്കിപ്പോ കിട്ടുന്നിരിക്കുന്ന ഒരു സ്ഥാനം വലുതാണ്. അതിന്റെ വാല്യൂ നിങ്ങൾ മറക്കരുത്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഓക്കെ മെബിൻ, ഓൾ ദ ബെസ്റ്റ്. ഹായ് മക്കളെ. ഹായ്. ഹായ്. നിന്റെ ഹലോ ഒന്ന് കേൾക്കണോടാ എനിക്ക്. ആ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഹായ് മോളെ. നല്ല ഗുമ്മായിട്ടിരിക്കണം കേട്ടോ. നമുക്ക് പാട്ടൊക്കെ പാടണ്ടേ സിനിമയില്? അതെ, അതോ റിയാലിറ്റി ഷോ പാടി നടന്നാ മതിയോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചത്. ഈ ഇരിക്കുന്ന ഷാനും കുറെ പടം ചെയ്യുന്നുണ്ട്, ഞാനും കുറെ ഇല്ലെങ്കിലും കുറച്ച് ചെയ്യുന്നുണ്ട്. ഞാനും കുറച്ച് ചെയ്യുന്നുള്ളൂ. ഞാൻ എന്തായാലും മ്യൂസിക് ചെയ്യുന്നില്ല. അതെ, ഞാൻ ഒരു തമിഴിൽ ഒന്ന് ചെയ്യുന്നുണ്ട് മോളെ. അത് നമ്മളിപ്പോ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇനി മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾ ഇവിടുന്ന് നമ്മൾ പോയെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം, അങ്ങനല്ല.
നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഇതിന് ഫസ്റ്റ് കിട്ടിയ ഒരാളായിരിക്കത്തില്ല ചിലപ്പോൾ ഈ സിനിമ പിന്നണി ഗാന രംഗത്ത് സക്സസ് ആയി നിൽക്കുന്നത്. അതെ 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 അത് നിങ്ങൾ ഈ റിയാലിറ്റി ഷോ ഒക്കെ എടുത്താൽ മതി. അപ്പം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക മക്കളെ. എപ്പോഴും നമ്മൾ തകർക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പാട്ട് അടുത്ത റിയാലിറ്റി ഷോ കുട്ടികൾ പാടണം എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വന്നങ്ങ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടൂടാ. താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ പാതി പ്രാക്ടീസ് ചെയ്താൽ പാതി ദൈവം കൊണ്ടു തരും കേട്ടോ. അത് മനസ്സിലാക്കുക. രണ്ടുപേരും രണ്ട് ചക്കരകളാണ്. ഇത് രണ്ടിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം എന്തോ പോലെ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഞങ്ങളെ വിളിക്കുകയൊക്കെ വേണം. ഞങ്ങളെ മറന്നിട്ടിരിക്കരുത്. നമ്മളെ ഡെയിലി വിളിച്ച് ശല്യപ്പെടുത്തുക കേട്ടോ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചോദിക്കുക. അതിപ്പോൾ ഹരിയാണെങ്കിലും ഇവനെടുക്കത്തില്ല, ഉറങ്ങുമായിരിക്കും. ശ്രീഹരി രാവിലെ 6 മണിക്ക് ചേട്ടാ എണീറ്റില്ലേ എണീക്കാ അങ്ങനെ ശല്യപ്പെടുത്തരുത്. അല്ലാത്തത് നോർമൽ മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളെ വിളിക്കുക, എല്ലാം ഷെയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുക. എനിക്ക് അല്ലെങ്കിൽ ഇന്ന പാട്ട് ബുക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനൊരു സൗണ്ട് സിസ്റ്റം വേണം, മറ്റേത് വേണം, ഹെഡ്സെറ്റ് വേണം, എല്ലാം പറഞ്ഞ് നമ്മൾ ചെയ്യും ഉറപ്പായിട്ട്. മക്കളെ നിങ്ങളുടെ കൂടുണ്ട് ഞങ്ങൾ. ഈ ഒരു ഷോയിൽ വന്ന് നിങ്ങൾ നമ്മുടെ കുടുംബമാണ്. അത് മനസ്സിലാക്കുക മക്കളുമാർ രണ്ടും. അപ്പം സന്തോഷമായിട്ടിരിക്കുക. ഓൾവേസ് ബി കൂൾ ആൻഡ് ഹാപ്പി. യെസ്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വലുതായാലും നമുക്ക് എപ്പോഴും പറയാലോ, അന്ന് സൂപ്പർ സ്റ്റാറിന്റെ റിയാലിറ്റി ഷോയിൽ പ്രീ ക്വാർട്ടർ വരെ ഞാൻ എത്തി എന്ന് നമുക്ക് പ്രൗഡായിട്ട് എപ്പോഴും പറയാം. ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അതെ അതെ. ഇതില് നെഗറ്റീവ്സ് എന്ന് പറയാൻ ഒരു പോയിന്റ് പോലും ഇല്ല. ശ്രീഹരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈലി ടാലന്റഡും ഒരു ഭയങ്കര എന്റർടൈൻമെന്റ് ഫാക്ടർ ഉള്ള ഒരാളാണ് ശ്രീഹരി. അത് ഏത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാലും അവൻ ആ സ്റ്റേജ് അങ്ങ് വിഴുങ്ങും. നീ ഇവിടെ ചിരിപ്പിച്ച് ഞങ്ങളെ ചിരിപ്പിച്ചില്ല, ആരും ചിരിപ്പിച്ചിട്ടില്ല. വരുമ്പോഴേ ഒരു ഓളവാ. അതെ, നീ വരുമ്പോഴേ ഒരു ഓളാണ്. അപ്പൊ അതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിന്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെയും ഫാദറിന്റെയും മ്യൂസിക്കിന്റെ ഈ ഒരു സംഭവം ഞാൻ നോക്കിക്കോളാം. ഞാനത് പ്രത്യേകം പറയുന്നത് എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇത് ഏതാണ്ട് ഏതൊരു കാലത്ത് ഞാൻ പറഞ്ഞതാ. പിന്നെ അതിനുശേഷം നിന്റെ ഒരു മെസ്സേജും ഇല്ല, നിന്റെ ഒരു കുന്തവും ഇല്ല. എന്താ ഓർമ്മിപ്പിക്കാത്ത? ക്ലാസ്സിന് പോയിട്ടില്ല. അതെന്താ ക്ലാസ്സിന് പോകാത്തത്? അതെന്തുകൊണ്ട് ശ്രീഹരി? എന്തുകൊണ്ട് ക്ലാസ്സിന് പോയില്ല? ഞായറാഴ്ച അല്ലേ ക്ലാസ്? അതിന് അപ്പൊ ഇവിടെ അല്ലേ ഞായറാഴ്ച ഇവിടെ പിന്നെ ചില ദിവസങ്ങളില് പോകാറുണ്ട്. അത് കൃത്യമായിട്ട് അത് എന്നെ ഓർമ്മിപ്പിക്കണം. ഞാനത് അന്ന് പറഞ്ഞതാണ്. നമ്മൾ അന്ന് ഫസ്റ്റ് ഒരു റൗണ്ട് നമ്മൾ കവർ ചെയ്തു. പക്ഷെ എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞതാണ്, എന്നെ ഓർമ്മിപ്പിക്കണം. ഓർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ. നമ്മൾ 100,000 കാര്യങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഓർമ്മിപ്പിക്കണം ഞാൻ പറഞ്ഞു. അതിനുശേഷം നിന്റെ ഒരു മെസ്സേജും ഇല്ല, നിന്റെ ഒരു കുന്തവും ഇല്ല. അതുകൊണ്ട് ഇനി ഓർമ്മിക്കണം. തീർച്ചയായിട്ടും എന്റെ നമ്പർ ഉണ്ടല്ലോ നിന്റെ കയ്യില്, ഓർമ്മിക്കണം. ഇനി ഡെയിലി വിളിച്ച് ശല്യപ്പെടുത്തണം മോനെ. ഒരിക്കലും പാടില്ല. പിന്നെ തീർത്ഥ മോളെ, നമ്മുടെ ജേണി തുടങ്ങാൻ പോണേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കി. ഓൾറെഡി പ്ലേബാക്ക് നിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് വേറെയാണ് മോളെ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. പുതിയ പുതിയ പാട്ടുകൾ ട്രൈ ചെയ്യുക. ആ ട്രൈ ചെയ്യുന്ന പാട്ടുകൾ എനിക്ക് അയച്ചു തരാം. നമുക്ക് എല്ലാവർക്കും അയച്ചു തരാം. എവിടുന്നാണ് ഓപ്പർച്യൂണിറ്റി, എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊന്നും നമുക്കറിയില്ല മോളെ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു എൻഡായിട്ട് കാണാതെ ഇതൊരു ബിഗിനിങ് ആയിട്ട് കാണാം. ബിഗിനിങ് ഓഫ് എ ലോട്ട് ഓഫ് ഗുഡ് ഗ്രേറ്റ് തിങ്സ്. അങ്ങനെ കാണാം കേട്ടോ. എന്നിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ ഡിഫറെന്റ് ഇപ്പം, കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങൾ നല്ല നല്ല പാട്ടുകൾ പാടിയിട്ട് റീൽസ് ആക്കിയിട്ടും അങ്ങനെ, കാരണം അത് തന്നെ ഒരു ഞാൻ ജമായിമയുടെ കാര്യം അറിയുന്നത് റീൽസിലൂടെയാണ്. അങ്ങനെയാണ് ജമായിമ എനിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പാടുന്നത്. അപ്പോൾ റീൽസിലൂടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക. ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ, ഞാൻ അടക്കമുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന് ആരെങ്കിലും ഒരാൾ കണ്ടിട്ട് ഈ കുട്ടി കൊള്ളാം, ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഓൾറെഡി സിനിമയിൽ പാടിയ കുട്ടിയാണ്, ആ ഒരു പ്രൊഫൈലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മോളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് എൻഡ് ഓഫ് ദ വേൾഡ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും കാണരുത്. പോസിറ്റീവായിട്ട് കാണാം. ബിഗിനിങ് ഓഫ് ദി നെക്സ്റ്റ് ജേർണി ആയിട്ട് കാണാം കേട്ടോ. God bless both of you. All the best. Thank you, sir. തീർത്ഥ, എന്താ പറയുക, നമ്മുടെ ഈ കഴിഞ്ഞ ഷെഡ്യൂളിലുള്ള ഒരു എന്താ പറയുക, നമ്മൾ ഫേവർ ചെയ്ത് നമ്മൾ ട്രൈ ചെയ്തു. ബട്ട് ചില സമയത്ത് നമ്മൾ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ എത്ര റിയാലിറ്റി ഷോസിൽ എത്ര സിംഗേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞൊരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സ്ഥലത്ത് പോയി നമ്മളൊരു അച്ചീവ്മെൻറ്റ് നേടുന്നതല്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് ജേണി. അത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വളർന്ന് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇവരൊക്കെ അതിൻ്റെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. അതാണ് നമ്മുടെ ലൈഫ്. മ്യൂസിക് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കാരണം വേറൊരാളുടെ ഇമോഷനെ നമുക്ക് എന്താ പറയുക ബെറ്റർ ആക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു അച്ചീവ്മെൻ്റ്, ഇപ്പോൾ ഒരു പാട്ട് ഹിറ്റായി, അതൊന്നും അല്ല. ഒരുപാടുണ്ട്, ജേണിയാണ്. ആ ജേണി എൻജോയ് ചെയ്യുക. ഓരോന്നും ഒരു മെമ്മറീസായിട്ട് നോക്കുക. ഞാൻ അവിടെ ചെയ്തിരുന്നു, ഇവിടെ ചെയ്തിരുന്നു. ചിലപ്പം കുറേ കഴിയുമ്പോൾ ശ്രീഹരിയുടെയും തീർത്ഥയുടെയൊക്കെ പാട്ടുകൾ, ഫിലിമിൽ പാടുന്ന പാട്ടുകൾ നിങ്ങൾ തന്നെ ഇവിടെ ഒരു സീറ്റിൽ വന്നിരുന്ന് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതെ, സത്യം. അതൊക്കെ സംഭവിക്കാം, അത് കാലം തെളിയിക്കും. അപ്പം നിങ്ങളുടെ വർക്ക്, നിങ്ങൾ മ്യൂസിക്കിന് എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നു, അതാണ് മ്യൂസിക് തിരിച്ചു തരുന്നത്. നിങ്ങളെ പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നു, നമ്മുടെ പാട്ട് എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ദീസ് ഓൾ റിയാലിറ്റി ഷോസ്, എല്ലാ റിയാലിറ്റി ഷോസും നമ്മളൊരിക്കലും റിയാലിറ്റി ഷോയിൽ ഒരു വിന്നർ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു കുറച്ച് ഫെയിം കിട്ടിയെന്ന് പറഞ്ഞ് ഒന്നും നേടാൻ പോകുന്നില്ല. അതൊരു വളരെ താൽക്കാലികമാണ്. കുറച്ച് നാളത്തേക്ക് ആ ഒരു ഫെയിം കാണും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? എത്ര പേര് വന്നിരുന്നു. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സെയിം ചാനലിൽ ഞാനും ഐ വാസ് ഓൾസോ എ കണ്ടസ്റ്റന്റ്. അപ്പം നമ്മുടെ ഒരു ഭാഗ്യം നമുക്ക് വീണ്ടും വന്നിരിക്കാൻ പറ്റുന്നു. നിങ്ങൾക്കും നമ്മളെക്കാളൊക്കെ വേറെ ലെവലിൽ വന്നിരിക്കാനും ജഡ്ജ് ചെയ്യാനും ഒക്കെ പറ്റട്ടെ. ഒരുപാട് നല്ല പാട്ടുകൾ ഫിലിമിൽ പാടട്ടെ. നിങ്ങൾ ചെയ്യുന്ന കവേഴ്സ്, ഡെമോസ് ഒക്കെ ഒന്ന് അയച്ചു തരും ഇടയ്ക്ക്. വി ആർ ഓൾവേസ് ഇൻ ടച്ച്. നോ, അതെ, നമ്മൾ ഷെയർ ചെയ്യും. നമ്മൾ ഇപ്പം റൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഇപ്പം ഇഫ് ഐ നീഡ് തീർത്ഥാസ് വോയിസ് ഫോർ എ സോങ്, ഐ ക്യാൻ സജസ്റ്റ് ഈ കുട്ടിയുടെ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. റൈറ്റ്. അപ്പോൾ ആ മ്യൂസിക് ഡയറക്ടറിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വി വിൽ ബി സിംഗിങ് ടുഗെദർ, വിൽ ഹാവ് എ ഡുവറ്റ്. അത് സംഭവിക്കട്ടെ. ഞാനും ശ്രീഹരിയും ഇപ്പം പെട്ടെന്നൊരു അങ്ങനത്തെ ഒരു സ്ലാങ്ങിലൊരു ഈ പയ്യൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് കേട്ടു നോക്കുക. എനിക്കതേ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു പാട്ടുണ്ടാക്കി അത് ഇവരുടെ ആൾക്കാർ, ഇവരാണ് അതിൻ്റെ ആൾക്കാർ. അപ്പം എനിക്കത് ഒരു പക്ഷെ നിങ്ങളുടെ മ്യൂസിക്കിൽ അത്രത്തോളം ജെന്യുവനായിട്ട് നിങ്ങൾ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ വർക്ക് ഫോർ ഷുവർ. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു ഹോപ്പ് തരികയാണ്. ലൈക്ക് ഇഫ് യു ഗൈസ് ആർ റിയലി വർക്കിംഗ് ആൻഡ് അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളും പാടും, നമ്മൾ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും കേട്ടാ. എല്ലാ നന്മകളും മക്കളെ. അതെ, എൻ്റെ സൈഡിൽ നിന്നും ഞാനൊരു ഹോപ്പ് തരാണ്. കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം, അതിനകത്ത് നമ്മുടെ മെയിൻ ഹീറോയുടെ കൂടെ ഉള്ളത് മുഴുവൻ കുട്ടികളാണ്. ഏറ്റവും അതിൻ്റെ സ്കോറിങ് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ സ്കോറിങ് തുടങ്ങുമ്പോഴായിരിക്കും ഈ പറയുന്ന പോലെ കുട്ടികളുടെ സൈഡിൽ നിന്നുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് എനിക്ക് വേണ്ടി വരാം. ആ സമയത്തൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളെ വിളിക്കാൻ പോണേ. അതുകൊണ്ട് ഗോഡ് നോസ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ശ്രീഹരിക്കും തീർത്ഥയ്ക്കും സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമെന്റോ നമുക്ക് കൊടുക്കണം. അപ്പൊ ജഡ്ജസ് 3 പേരും സ്റ്റേജിലേക്ക്. ഓക്കെ, ഫസ്റ്റ് തീർത്ഥയ്ക്ക് സർട്ടിഫിക്കറ്റ് ഷാനിക്ക. ഇനി ശരത് സാറിന്റെ സർപ്രൈസ്. ഓക്കെ, അപ്പൊ ഈ ശ്രീഹരിക്ക് സർട്ടിഫിക്കറ്റ്. ഓക്കെ, മൊമെന്റോ.
ഓക്കെ, അപ്പോ നമ്മുടെ 9 കണ്ടസ്റ്റൻസ്, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളെ ക്വാർട്ടർ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, കോമ്പറ്റീഷൻ ടഫ് ആവാണ്, ഹെൽത്ത് ഒക്കെ നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുക, ജഡ്ജസ് ഒക്കെ പറഞ്ഞ പോലെ ഇനി ഉഴപ്പരുത്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.